ടെക് ഹാക്ക് വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 26 ലക്ഷത്തിന് ഒരു സ്ട്രക്ചറൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ വീടിന്റെ ഹൗസ് വാമിംഗ് ഏകദേശം റെഡിയായി. ഇപ്പം ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 1 ജൂൺ 9 ഹൗസ് വാമിംഗ് റെഡിയായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടി വി യൂണിറ്റിന്റെ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ടി വി യൂണിറ്റ് എങ്ങനെ ആക്കി എന്നുള്ളത്. അതിനിപ്പോൾ പെയിന്റ് വർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിയുടെ ഫിനിഷ് ഇതാ വരുക, നല്ല നമ്മുടെ മിറർ ഫിനിഷാണ്. നമ്മൾ കൈയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു പോർഷനിലൊക്കെ തേക്ക് കളർ കൊടുത്തുള്ളത്, പിന്നെ ഈ ഒരു പോർഷനിലും തേക്കാണ് കൊടുത്തുള്ളത്. ഇത് ഏതായാലും വലിയ കളർ കൊടുത്തോണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം ടി വി വരുമ്പോൾ അത് കവറാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന സമയത്തേക്ക് കംപ്ലീറ്റ് ഗ്രേ വരുന്ന ഒരു പാറ്റേണിലാണ് ഇവർ സെറ്റ് ചെയ്യാൻ പറഞ്ഞ ആ രൂപത്തിൻ്റെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മൾ പോകുന്ന സമയത്തേക്ക് നമ്മളെ ഫേസ് കാണാൻ പറ്റും. മിറർ ഫിനിഷിലാണ് PU ചെയ്ത് വരുന്നത്. PUവിനെ പറ്റി അധികം ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മൾ ഇതിൽ ഉള്ളിൽ ഷട്ടേഴ്സിൻ്റെ എവിടെയും പെയിൻറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. ഈ എഡ്ജിലേക്ക് വരുന്ന സമയത്തേക്ക് മൈക്കയിലും പെയിന്റിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഓവർലാപ്പ് എന്ന് പറയുന്നില്ല, ഇവിടെ വന്ന് ഇവിടെ വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളർ കാണില്ല മൈക്കയിൽ. ആ ഒരു പ്രശ്നം ഈ PUവിൽ വരുമ്പോൾ ഉണ്ടാവില്ല. എഡ്ജ് പെയിന്റ് അടിച്ചിട്ടേ ചെയ്യുക. 16 mm പ്ലൈ അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് MDF LDF പോലത്തെയൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ 18ലേക്ക് അതിൻ്റെ ബാക്കിലും മുമ്പിലും ഓരോ മൈക്ക് കൂടെ വരുന്ന സമയത്തേക്കാണ് 18ലേക്ക് കൊണ്ടുവരില്ല മിക്കവാറും ആൾക്കാർ. 18 എടുത്തിട്ട് ചെയ്യുമ്പോൾ 20 mm പോകും. അപ്പോൾ വലിയ ഹ്യൂജ് സൈസ് വരുന്നതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിഞ്ചസിൻ്റെ ഈ സൈഡിലുള്ള നമ്മൾ ഈ ഹോള് കാര്യങ്ങളൊക്കെ കണ്ടോ, ഈ ഹോള് വരുമ്പോഴേക്ക് ഈ കൂടുതൽ പിടുത്തം ഈ 16 കിട്ടൂല. 19 mm സ്ക്രൂവാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സ്ക്രൂവിന് കിട്ടാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, 19 mm ഫുൾ ബോഡി നമുക്ക് യൂസ് കിട്ടും. പിന്നെ എഡ്ജൊക്കെ ഫുൾ പെയിന്റ് തന്നെ വരുന്നത്, ഫുൾ PU പെയിന്റ് മാത്രമേ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പോൾ WPC PU പെയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. നമ്മൾ കണ്ടന്റ് ഇതല്ല ഇന്നത്തത്. അപ്പോൾ നമ്മൾ ചെയ്തത് കൊണ്ട് ഈ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു. GDPTയിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത് സ്പ്രിംഗ് ലോഡാണ്, അയച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. താഴെ കളക്ഷൻ ട്രേ ഉള്ള ടൈപ്പ് ഒരു ഇത് തന്നെ കൊടുത്തിട്ടുള്ളത്. വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ സിങ്കിലേക്ക് വെള്ളം കിട്ടുന്ന രീതിയിലേക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ളൊരു ക്ലോക്ക് ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട്, നല്ല ഹാങ്ങിങ് ക്ലോക്ക്. ഇതിലെന്തോ ഒരു സ്റ്റോറേജ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബാറ്ററി മാറ്റാനുള്ളൊരു പോർഷനാണ്, ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ലാമിനേറ്റ് ഗ്ലാസ് ആണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഒരു 10 ഇഞ്ച് വീതിയിൽ ലെങ്ത്തിൽ. അത് നമ്മൾ ടഫൺ ഗ്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലാമിനേറ്റ് ഗ്ലാസ് ആണ്. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത് ആദ്യം തന്നെ നമ്മൾ സിന്തറ്റിക് ഗ്ലാസ് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 2 ഫീറ്റിൻ്റെതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ സിന്തറ്റിക് ഗ്ലാസ് ഒട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒട്ടിക്കുന്ന മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടി കാണാം. അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾ ഓർഗനൈസർ ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് വെന്റിലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഹോളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തേക്ക് പൊടി പോകുന്ന പ്രശ്നമുണ്ട്. ഇതിൽ പൊടി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊടി പോകും. ഇതിൽ പൊടി പോകാത്ത ടൈപ്പ്, ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കേബിൾ ഓർഗനൈസർ കൂടിയുണ്ട്. 2 എണ്ണം അവിടത്തെ കൂടി അടിച്ചിട്ടുണ്ട്. TVയുടെ അതിൻ്റെ മുകളിൽ ഒരു സ്പീക്കർ വെക്കാനും ഒരു റൂട്ടർ വെക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് വരുന്നത് ഇതാണ് വരിക. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് പിടിക്കുകയും അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെന്റിലേറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ വെന്റിലേഷൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കണ്ടൻസ്ഡ് വാട്ടർ കെട്ടിപ്പിടിക്കാൻ അത് താഴോട്ടേക്ക് പോയിട്ട് പിന്നീട് അകത്തുനിന്ന് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, വീട്ടുകാർക്ക് ഇപ്പോൾ നമുക്കിതിപ്പോൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്ലേച്ചർ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം, വീട്ടുകാർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ ലാമിനേറ്റ് ആയിരുന്നു. ഇത് 6+1+6 ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ നമ്മളെ കുഴി കൂടുതലായിപ്പോയത് കൊണ്ട് തന്നെ നമ്മൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോം ബോർഡിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് ഗ്ലാസ് വെക്കുക. ഗ്ലാസ് ഫിക്സ് ചെയ്യാനും പറ്റില്ല, ജസ്റ്റ് അവിടെ നിർത്തിക്കുകയും ചെയ്യും. ഗ്ലാസ് ഇടാൻ വേണ്ടി പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാമിനേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ കേച്ചർ വെച്ചിട്ട് ഇടാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ വീട്ടുകാർക്ക് എന്തായാലും പിന്നീട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് എന്തായാലും കച്ചറ പോകും, ക്ലീൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഹോൾ ഇട്ടത്. അപ്പോൾ ഇവിടെ ടൈലുകാരൻ നല്ല പണി തന്നു, സൈസ് വളരെ കൂടുതലായിപ്പോയി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടൊക്കെ പണി കിട്ടിപ്പോയി. നമ്മൾ അതിനൊരു പാക്കിംഗ് ഒക്കെ വെക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇപ്പം ക്ലിയർ ചെയ്തിട്ട് ചെയ്തപ്പോൾ ഒരുപാട് സമയം പോയി. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വരുമോ. ഓക്കെ അല്ലേ, താഴെ ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ കയറി നടക്കാൻ പറ്റുമോ എന്ന് പേടിയുള്ളവരുണ്ടാവും. ഒരു പേടിയും പഠിക്കേണ്ട. ഇത് ലാമിനേറ്റ് ഗ്ലാസ് ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കയറി നടക്കാം. ഇതിൽ എക്സ്ട്രാ ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കോർണറിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പൊട്ടും കേട്ടോ. 2 ടഫിൻ്റെ ഗ്ലാസ് സാൻഡ്വിച്ച് ടൈപ്പിലാക്കിയിട്ട് അതിൻ്റെ അടിയിലൊരു PVC ലെയർ കൂടി വരുന്നത്. PVC എന്ന് പറയാൻ കഴിയില്ല, ഇതിന് ഗ്ലാസ്സിനായിട്ട് വരുന്ന
ഒരു പോളികാർബൺ ഷീറ്റൊക്കെ പോലത്തെ തിന്നായിട്ടുള്ള ലെയർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്ലാസ് ഇടുന്നതിൻ്റെ രീതികൾ വരുന്നത്. കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി വിസ്തരിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പെബിൾസ് ഒഴിവാക്കിയത് കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെബിൾസ് വരുന്ന സമയത്തേക്ക് ഈ പൊടി എന്തായാലും അകത്തേക്ക് പോകും. ഈ പെബിൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഈ കേബിൾ ഓർഗനൈസർ. ഈ കേബിൾ ഓർഗനൈസർ നമ്മൾ ഇത് സിലിക്കോണിട്ട് ഇവിടെ ഒട്ടിക്കുക. ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇളക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗ്ലാസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അത്യാവശ്യം എടുക്കാനും പറ്റും. ഇതിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ വെന്റിലേഷൻ നടക്കുകയും ചെയ്യും. ഇതിന് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ ഒരു കേബിൾ മാത്രം വരുന്നത്, ചെറിയ ഹോള് മാത്രം വരുന്നത്, പൂട്ടി വെക്കാൻ പറ്റുന്ന, ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൂട്ടി വെക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഉണ്ട്. ഏതായാലും അതിൻ്റെ ലേയേഴ്സും കൂടി ഇതിൽ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലാസ് ഇടുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെന്റിലേഷൻ മസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടൈൽ പോലത്തെ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളിപ്പോൾ അത്രയും ജോയിൻറ്റ് ക്ലിയറായിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂലയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ ഗ്ലാസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം കട്ട് ചെയ്യുന്ന സമയത്തേക്ക് കിട്ടിയില്ല, അളവ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ഒരു പോർഷനിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തിക്നെസ് കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഇതുപോലത്തെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ ഗ്ലാസിൻ്റെ അടിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ ഫ്ലോറിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കയറി നടക്കുന്ന ഒരു ഭാഗങ്ങളാണെങ്കിൽ. അപ്പോൾ സ്റ്റിക്കർ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചൂടാകുന്ന സമയത്തേക്ക് മെൽട്ടായിട്ട് ഒരു ബ്ലാക്ക് കളറിങ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു കളർ പ്രത്യേകമായിട്ട് എടുത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഫോം ബോർഡൊക്കെ വെക്കുന്നതാണെങ്കിൽ അതിൻ്റെ തിക്ക് ഇപ്പം നമ്മളിപ്പോൾ 12 mm വെച്ചിട്ടുള്ളത്, 12 mm പ്ലസ് നമ്മൾ എത്രയാണ്ടാണോ ലാമിനേറ്റ് ഉപയോഗിക്കുന്നത് ആ ലാമിനേറ്റ് ഗ്ലാസ് പ്ലസ് ഒരു 1 mm കൂടുന്ന രീതിയിലുള്ള ഗ്യാപ്പ് വെക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ സെറ്റാക്കി വരുമ്പോഴേക്ക് ഈ ഒരു മൂലയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 32 mm, ഇവിടെ വരുമ്പോൾ ഒരു 28 mm, അങ്ങനെ പല സൈസിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ പാക്കിങ് കൊടുത്ത് സിലിക്കോണൊക്കെ ചെയ്യേണ്ടി വന്നു. ഒന്നാമത് തന്നെ കുറേ സമയം പോയി, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ ആദ്യം ഗ്ലാസിൻ്റെ വർക്കൊക്കെ വരുന്ന സമയത്തേക്ക് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഗ്ലേസിങ് ഉള്ളത് അല്ലെങ്കിൽ ഗ്ലാസ് ഉള്ളത് അക്രലിക് പോലത്തെ കിച്ചൺ ചെയ്യുന്ന സമയത്തേക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഫിംഗർ മാർക്കുകൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരു ആംഗിൾ നോക്കിയാൽ മനസ്സിലാവും. കംപ്ലീറ്റ് ഈ ഫിംഗർ മാർക്കുകൾ ഉണ്ടാവും നടക്കുന്ന സമയത്തൊക്കെ. പ്രത്യേകിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ കിച്ചണിലേക്ക് ഒന്നുകൂടി പോവാം. കിച്ചണിലേക്ക് വരുന്ന സമയത്തേക്ക് മിറർ ഫിനിഷാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നെ തന്നെ ഇവിടെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നല്ല നമ്മളെ മുഖം തന്നെ കാണാൻ വേണ്ടി പറ്റും. അത്രയും ഇത് ഗ്ലേസിങ് ആണ്. പക്ഷേ ഇത് ഏറ്റവും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അക്രലിക് പോലെ പക്ഷേ നമ്മളെ ഫിംഗർ മാർക്ക് കാണാനുണ്ടാവില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് ഗ്ലേസിങ് കൊടുത്ത് ഗ്ലാസ് പോലത്തെയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മെയിൻ്റെനൻസും കൂടി ഇപ്പോൾ ആലോചിക്കണം. കാരണം നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എൻ്റെ അഭിപ്രായം. നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിച്ചണിലേക്കൊക്കെ വരുന്ന സമയത്തേക്ക് WPC പറഞ്ഞല്ലോ, ഫയർ റിട്ടാർഡൻ്റ് ആണ്, 100% വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫാണ്. കിച്ചണിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ തന്നെ പറയാം. അപ്പോൾ അധികം ആൾക്കാർ ചെയ്തു വരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാ ജില്ലയിലേക്കും നല്ല വ്യാപിപ്പിച്ച് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമുക്കിപ്പം കസ്റ്റം മെയ്ഡും നമ്മൾ ചെയ്യുന്നുണ്ട്, ഫാക്ടറി മെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലും 2 രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ TV യൂണിറ്റിൻ്റെ കാണിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഫിനിഷായത് കാണിക്കാൻ പറ്റുക എന്നുള്ളത്. അതുകൂടി ഏതായാലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ഈ രൂപത്തിലുണ്ടാവുക ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് പെയിൻറ്റ്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ തേക്ക് ഗ്രൈൻസ് പറഞ്ഞതിന് ശേഷം സെമി ഗ്ലോസി ക്ലിയർ ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത്. സെമി ഗ്ലോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഗ്ലോസി അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ശരിക്കും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റും ഗ്ലോസിയും 50-50 എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. നമ്മൾ ഈ ലൂവേഴ്സിൻ്റെ ഒക്കെ അതേ കളർ ഫിനിഷ് കിട്ടും. ഓവർ ഗ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അണ്ടർലേഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മനസ്സിലാൻ സാധ്യതയുണ്ട്. ഗ്രൈൻസ് വരുമ്പോഴൊക്കെ എന്തായാലും പുട്ടിയൊക്കെ ഇട്ട് ചെയ്യുന്നതാണെങ്കിലും ചെറിയൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. നല്ലൊരു വാഷ് ബേസിന് സെറ്റ് ചെയ്ത് നമ്മുടെ മിററും സെറ്റ് ചെയ്ത് കേട്ടോ. ഈ ഒരു പോർഷനിലേക്ക് ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. നമ്മളിപ്പോൾ കസ്റ്റം മേഡാന്ന് കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി നിന്നിട്ട് ചാടിയിട്ടൊക്കെ കാണിച്ച് വെയിറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് സംഭവം. ഇത് പ്രത്യേകിച്ച് കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഏരിയയിലൊക്കെ മാറ്റ് ഒരിക്കലും കൊടുക്കാതിരിക്കും കേട്ടോ. പിന്നെ ഈ സൈഡിൽ ലൂവർ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെ ലൂവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് എന്തായാലും ഈ വാഷ് ബേസിന് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഏരിയ മാത്രമേ ടൈൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ്റൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമ്മളിപ്പോൾ അപ്പുറത്ത് ആ ഒരു സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഇതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷ് ബേസിനൊക്കെ അന്ന് സെറ്റ് ചെയ്തതാണ് മിററിൻ്റെ വർക്ക്. അതുപോലെ തന്നെ ഈ ഡിസ്പെൻസർ ജസ്റ്റ് ഒന്ന് സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടവൽ ഹാങ്ങിങ് റോഡ് ഫിക്സ് ചെയ്തു.
ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഫിനിഷ് കാണാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതുപോലത്തെ സ്പോട്ട് ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അവിടത്തേക്ക്. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഔട്ട് സൈഡ് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അവിടെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ എന്താ പറയുക ഈ ഒരു ഏരിയക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി 2 ലൈറ്റായി കൊടുത്തതാണ്. രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗി വരും. ഇപ്പം ചെറിയൊരു മഴക്കാറുള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി നല്ല വെളിച്ചം വരുമ്പോൾ ഒരു കുറച്ചുകൂടി ഭംഗിയായി വരും. ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം പോലത്തതോ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഫൗണ്ടൈൻ പോലത്തെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാവുമായിരുന്നു. നമ്മളിപ്പോൾ 3 ആൾ ഈ ഗ്ലാസിൻ്റെ മുകളിലുള്ളത്. ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. നല്ല വെയിറ്റ് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ആൾക്കാരും ഗ്ലാസിൻ്റെ മുകളിലുള്ളത് നല്ല പവർ കൊടുത്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പേസിൽ നമുക്ക് 3 ആൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. എത്ര ആൾക്കാർ പാസ് ചെയ്താലും ഒന്നും ആവാൻ പോകുന്നില്ല. ഗ്ലാസിൻ്റെ കാര്യത്തിൽ സേഫാണ്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടി എനിക്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോയുടെ ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.